ഒരു ആർട്ട് ഡയറക്ടർ ഒരു സാധനം മേക്ക് ചെയ്താൽ അത് ഉണ്ടാക്കി വെച്ചതാണ് എന്നൊരു പ്രേക്ഷകൻ കണ്ടെത്തിയാൽ അത് അയാളുടെ തോൽവിയായിട്ടാണ്. കിഷ്കിന്ധാകാന്ഡമുണ്ട്, എക്കോ ഉണ്ട്, അങ്ങനെ വൻ സിനിമകളുടെ ആർട്ട് ഡയറക്ടറാണ് കേട്ടോ എന്റെ കൂട്ടത്തിൽ ഇന്നുള്ളത്. എക്കോ സിനിമയിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, നമ്മൾ കണ്ടതാണ്. ഈ കവല, പോസ്റ്റ് ഓഫീസ്, ഈ മലേഷ്യ ആണെങ്കിലും മാത്തിച്ചേർത്തിയുടെ വീടാണെങ്കിലും പിയൂസ് കയറുന്ന മരം പോലും ആർട്ട് വർക്കിന്റെ ഭാഗമാണ്. പടത്തിന്റെ ഒരു ആർട്ട് ഡയറക്ഷൻ തുടങ്ങുമ്പോൾ എല്ലാ ആളുകളുടെയും മനസ്സിലുള്ള വിചാരം എന്ന് പറയുന്നത് ഒരു ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം മേക്ക് ചെയ്ത് മാറി നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുത്ത് നിങ്ങൾ വീട്ടിൽ പോരുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. നമ്മൾ ഈ സിനിമയിലെ എ ടു സെഡ് ഫ്രെയിമിലും ഫ്രെയിം ടു ഫ്രെയിം വർക്ക് ചെയ്യാൻ വേണ്ടി സജ്ജമായിരിക്കുന്ന ഒരാളാണ്. പണ്ടൊക്കെ ടൈഗർ ബാമിന്റെ മുകളൊക്കെ കണ്ടില്ലേ, മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനമായിരിക്കും. നോർമൽ കാലഘട്ടം റൂം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എടുത്തോണ്ട് വരുന്ന ക്യൂടെക്സ്, മറ്റേത് മറിച്ചത് കുറെ ക്രീമിന്റെ ഒക്കെ പാത്രങ്ങൾ, ടിന്നുകളൊക്കെ, അതൊക്കെ ഈ സിറ്റുവേഷനെ ലൈവ് ആക്കാൻ ഇതിനോളം വലിയ സാധനങ്ങളില്ല. ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ളത് ഡയറക്ടറുടെ മനസ്സിലൊരു കഥ വരുന്നു. ആ കഥയെ പശ്ചാത്തലമാക്കുമ്പോഴാണ് കഥാപാത്രങ്ങൾക്ക് ജീവൻ വെക്കുക. അങ്ങനെ ആ പശ്ചാത്തലം ഒടുക്കുന്ന ഒരാളാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. ആർട്ട് ഡയറക്ടർ സജീഷ്, വെൽക്കം ടു ക്ലബ് FM. താമരശ്ശേരിക്കാരനാണ്. അപ്പം എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സിനിമകളാണ്, പക്ഷെ ആ സിനിമകളൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം സജീഷ് ചേട്ടൻ പറ, ഏതൊക്കെ സിനിമകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു, എനിക്കൊന്ന് ആർട്ട് എന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ കാലങ്ങളിൽ എല്ലാ ജോലിയും ചെയ്യുന്ന ആളാണ് ആർട്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതിനെ മാറ്റിമറിക്കുകയായിരുന്നു മലയാള സിനിമ മൊത്തത്തിൽ സിനിമ ഇൻഡസ്ട്രി. എന്നാണ് ആർട്ടിലേക്ക് തിരിയുന്നത്? ആർട്ടിലേക്ക് തിരിയുന്നത് ഒരു 2010 അടിപൊളി. അന്ന് വിനയൻ സാറിന്റെ യക്ഷിയും ഞാനെന്ന് പറയുള്ളൂ. അപ്പൊ അതിലാണ് സിനിമയിൽ വരുന്നത്. അതിന് മുമ്പേ നമ്മൾ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. തിരൂര് ഒരു അഭിലാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട്. പുള്ളിയാണ് നമ്മളെ ആർട്ടിൽ നിലനിർത്തുന്നത്. പുള്ളി ഒരു പരസ്യം തന്നു, അടുത്ത പരസ്യം തന്നു, പിന്നെ അടുത്ത പരസ്യം തന്നു. അങ്ങനെ പുള്ളീൻ്റെ എല്ലാ പരസ്യങ്ങളിലും നമ്മളായപ്പോഴാണ് നമ്മൾ ആർട്ട് കംപ്ലീറ്റ് ആയി നിൽക്കുന്നത്. ഇതിന്റെ മുമ്പേ ഇതിനു വേണ്ടി തേടി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇതിൻ്റെ അകത്ത് നിൽക്കുമെന്നോ ഇതൊക്കെ ചെയ്യുമെന്നോ ഇതിനൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മളൊരു ആഗ്രഹം ത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പരസ്യങ്ങളും ഈ മലബാറിലെ ഒരു സമയത്ത് ആൽബങ്ങളുടെ ഒരു സീസണോ ഒരു വലിയൊരു കാലം ഉണ്ടായിരുന്നു. ആൽബം, സൂപ്പർ ഹിറ്റ് ആൽബം സോങ്സ്, അതിനൊക്കെ ആ ഡയറക്ഷൻ മില്ലേനിയം, സജി മില്ലേനിയത്തിൻ്റെ കൂടെ കുറേ ആൽബങ്ങൾ വരുത്തും. 150ഓളം ആൽബങ്ങളിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ നമ്മളെ ആ ഒരു ലോകത്ത് നിൽക്കുക, പിന്നെ നമ്മളെ പരിപാടി നോക്കി പോവുക എന്നുള്ളതിനപ്പുറത്ത് സിനിമ ഇത്ര നമുക്ക് ഇത്രയും വലിയ ഈ എക്കോ പോലത്തെ സിനിമകളിലേക്കൊന്നും ഞാൻ എത്തുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു ആഗ്രഹപ്പുറത്ത് ഇതൊക്കെ ചെയ്യാം. പിന്നെ നമ്മളെ പരിപാടി അന്ന് ചെറുപ്പമാണ്, ആ സമയം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ തേടി പോവുക എന്നുള്ളതൊക്കെ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഇപ്പോഴും സിനിമയിൽ കിഷ്കിന്ധാകാന്ഡമുണ്ട്, എക്കോ ഉണ്ട്, അങ്ങനെ വൻ സിനിമകളുടെ ആർട്ട് ഡയറക്ടറാണ് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ ഇന്നുള്ളത്. അപ്പം ഈ പറഞ്ഞവരാണ് ചെറുപ്പം. ഒരു ആർട്ട് ഡയറക്ടറിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി താടിമുടിയൊക്കെ ഉള്ള ഇച്ചിരി പ്രായമേറിയ ഒരാളാണ്. ഇത് വളരെ ജിഞ്ചിലാക്കടിയായ ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അതെങ്ങനെയാണ് ഇത്ര ചെറുപ്പത്തിലേക്ക്? ചെറുപ്പം എന്ന് പറഞ്ഞാൽ പ്രായമുണ്ട്, ഞാൻ കാണിക്കാത്തതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാനൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ആ ഡയറക്ടർ ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ 2010 തുടങ്ങിയിട്ട് 2021 ഒരു 10 വർഷം കഴിഞ്ഞാലാണ് സിനിമയിൽ ആ ഡയറക്ടർ ആവുന്നത് കേട്ടോ. അതിന്റെ മുമ്പേ ആ ഡയറക്ഷൻ ഇപ്പോൾ സീരിയലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാടില്ല, ഒരു 2-3 സീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ എന്താ വെച്ചാൽ ശ്രമം മൊത്തം ഈ ആർട്ട് ഡയറക്ടർ ആവുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ജോലിയായിട്ട് മാത്രം ഇതിനെ കണ്ടില്ല. എൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അത് ആർട്ട് ഡയറക്ടർ ആവുക. ഈ ഒരു പ്രായമാകുമ്പോൾ ആർട്ട് ഡയറക്ടറാണ്, ഈ ഒരു പ്രായമാകുമ്പോൾ ഇന്നതാവണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഒക്കെ പൊളിഞ്ഞു. എന്നിട്ട് ഏത് പ്രായം എപ്പോഴായേ ചിന്തിച്ചതിന്റെ ഒരു 4 വർഷം കഴിഞ്ഞാണ് ആയത്. ആവാൻ പറ്റിയെന്നുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതൊക്കെ പോയി. അത് പോട്ടെ, കണക്ക് പോട്ടെ, നമുക്ക് ആയാൽ മതി. അൾട്ടിമേറ്റ്ലി ആയിട്ടുണ്ടല്ലോ, അത് മതി. അപ്പോൾ എനിക്ക് ഒന്ന് നമുക്ക് ഇപ്പോൾ പ്രോമിസിങ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ തരുന്ന ഡയറക്ടർ റൈറ്റർ കൂട്ടുകെട്ടിൻ്റെ കൂടെയാണ് 2 സിനിമകൾ വരുന്നത്. ഈ സിനിമ എക്കോ എന്ന് പറഞ്ഞ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയാണ് മൊത്തം. പ്രകൃതിയിൽ നമ്മൾ എന്ത് കൊണ്ട് വെച്ചാലും അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കും. കാരണം അതിൻ്റേതല്ലാത്ത എന്ത് കൊണ്ട് വെച്ചാലും അങ്ങനെ കൊണ്ട് വെക്കേണ്ട ആളാണ് ആർട്ട് ഡയറക്ടർ. എങ്ങനെയായിരുന്നു അതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീട് സഹിതം? ഒരു ആർട്ട് ഡയറക്ടർ ഒരു സാധനം മേക്ക് ചെയ്താൽ അത് ഉണ്ടാക്കി വെച്ചതാണ് എന്നൊരു പ്രേക്ഷകൻ കണ്ടെത്തിയാൽ അത് അയാളുടെ തോൽവിയായിട്ടാണ്.
ഒരിക്കൽ പോലും തിരിച്ചറിയാൻ പാടില്ല എന്നൊരു നിർബന്ധം എനിക്ക് എൻ്റെ വർക്കുകൾക്കൊക്കെ ഉണ്ട്. പലപ്പോഴും അത് ചില വർക്കുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓരോ ഘട്ടങ്ങളായിട്ട് ഈ പണി ചെയ്യേണ്ടതുകൊണ്ട് അവസാനത്തെ ആ ഡയറക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടക്കുന്നത് ലാസ്റ്റ് സമയങ്ങളിലാണ്. ആ സമയം നമുക്ക് കൃത്യമായി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചായി തോന്നും. പക്ഷെ ഇത് എന്നാണോ ഷൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു 2 ദിവസം മുന്നേ നമ്മളെ സെറ്റ് കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ കിടക്കണം. ആ സമയത്താണ് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു പരിപാടിയൊക്കെ ഉണ്ടായി ചെയ്യാനും തോന്നും, അല്ലെങ്കിൽ ഇത് ലൈവായി ഇങ്ങനെ നിൽക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ എക്കോ സിനിമയിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, നമ്മൾ കണ്ടതാണ്. ഒത്തിരി സ്ഥലങ്ങൾ ഈ കവല, പോസ്റ്റ് ഓഫീസ്, ഈ മലേഷ്യ ആണെങ്കിലും ഈ മാത്തിച്ചേർത്തിയുടെ വീടാണെങ്കിലും വ്യൂസ് കയറുന്ന മരം പോലും ആർട്ട് വർക്കിൻ്റെ ഭാഗമാണ്. അപ്പം ദിൻചേട്ടനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ച ഒരു പ്രതലുണ്ടായിരുന്നു ഈ സിനിമ നടക്കുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ദിൻചേട്ടനോട് ഇങ്ങനെ പറയും, അത് സ്ക്രിപ്റ്റിൽ ബാഹുല എഴുതി വെച്ചിട്ടുള്ള കുറേ സാധനമുണ്ട്. ഈ എന്താ മുളക് വള്ളി പടർന്ന് പിടിച്ച മുരുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റിലുണ്ട്. പക്ഷെ ആ ഒരു തരം സ്ഥലമാണ് എൻ്റെ മനസ്സിൽ സിനിമ ലൊക്കേഷൻ കാണുന്നതിന് മുമ്പ് ഐഡിയൽ ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ദിൻചേട്ടനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ വീടല്ലാതെ നമ്മൾ അല്ലാത്ത സ്ഥലങ്ങളിലൂടെ പോകും, വീടോ ഈ കവലയോ ഒന്നും തൊടാതെ അതിൻ്റെ ഇടയിൽ കൂടെ പുറത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ 80കളിൽ ഉണ്ടായിരുന്ന പറമ്പുകൾക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു, മൺകളയൊക്കെ ആയിട്ട് അങ്ങനെയുള്ള. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ പ്രകൃതിൻ്റെ പല പല ഏടുകളിലും നമ്മളതായിട്ടുള്ള കുറേ കണ്ടെത്തലുകൾ കൊണ്ടുവരണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ലൊക്കേഷൻ കണ്ടപ്പോൾ അത്തരം ഒരു സ്ഥലമല്ല നമുക്ക് കുറച്ചുകൂടി നല്ലതെന്ന് തീരുമാനമാവുകയും നമ്മൾ ഇപ്പം കണ്ടതുപോലത്തെ ഒരു സ്ഥലം നല്ലതായിരിക്കും തോന്നി. അങ്ങനെ ആ സ്ഥലങ്ങളിലെത്തിയപ്പം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ആലോചിച്ചപ്പം തോന്നി, ഈ വീട്ടിലേക്ക് മുമ്പ് അവർ കടന്നു വന്ന കുറേ വഴികളൊക്കെ ഉണ്ടാവും, ചെറിയ കല്ലുകളൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളതും അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് അതൊക്കെ ആ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പം ഓരോ സാധനങ്ങളിലേക്ക് എത്തുമ്പം അത് നേരത്തെ പറയണ ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ക്യാമറ വെക്കുമ്പോഴും ആളുകൾ കാണുമ്പോഴും അത് അത്രയും ഡീറ്റെയിൽസ് അതിനുണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങനെയാവുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളിൽ ഞാൻ ചെയ്ത ഈ പടത്തിലെ പല 1-2 സാധനങ്ങൾ സെറ്റാണോ എന്ന് എന്നോട് ചോദിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ശരി, അത് ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ അതെനിക്ക് നടപ്പാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അവരൊക്കെ എന്നെ വിളിച്ചിങ്ങനെ സെറ്റാണോ എന്ന് ചോദിച്ചു. സെറ്റായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് കണ്ട പല കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതായത് അതിനകത്ത് കാണിച്ചേക്കുന്ന കലണ്ടർ തൊട്ട് നമ്മുടെ കോൾഗേറ്റിന്റെ ഒരു ചെറിയ അത് എനിക്ക് തോന്നുന്നു ഇന്റൻഷനലി നമ്മളേക്ക് എത്തിച്ചാണോ നടത്തില്ല. എനിക്കിപ്പോഴും ആ ഡെപ്പ് എവിടെ ഇരിക്കുന്ന ഫീൽ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചിലത് കണ്ടെക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇവരുടെ ഡ്രസ്സ് അടക്കം ഡിസൈൻ ചെയ്യണമല്ലോ, അപ്പൊ ആ ഒരു പരിപാടി എങ്ങനെയായിരുന്നു? അതായത് പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടീസ് കൊണ്ടുവരുന്നതിന് മുമ്പേ നമുക്ക് ആ വീടാണ് പഴയ കാലഘട്ടത്തിൽ എത്തേണ്ടത്. അതെ. അപ്പോൾ ആ വീട് പഴയ കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു 80കളിൽ കഥ നടക്കുമ്പോൾ അതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ വീട്. അപ്പോൾ അവിടേക്ക് ഈ മെറ്റീരിയൽ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടാക്കിയതാവില്ല. ആളുകളൊക്കെ തലച്ചുമടായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധ്യത ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത്തരം ഒരു വീട് ഓൾറെഡി ആ സിനിമയിൽ പറയുന്നുണ്ട്, കാട്ടുകുന്നാണെങ്കിൽ കാറ്റ് വിശലടിക്കുന്ന സ്ഥലം, നന്നായി കാറ്റടിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എപ്പോഴും സ്ട്രെങ്ത് ഭയങ്കര ഇതായിരിക്കണം. അപ്പം ആ കരിങ്കല്ല് യൂസ് ചെയ്തുകൊണ്ടുള്ള വീടുകളാവാം സാധ്യത ഉള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ആ വീട് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതുപോലെ ഇട്ടേക്കുന്നത്. ശരിക്കും അത് കരിങ്കല്ലല്ലേ? കരിക്കല്ലല്ല, ഫൈബറാണ്. ഓ ശരി. അപ്പം കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന വീട് പോലെ നമ്മൾ സെറ്റ് ഇട്ടേക്കുന്നത് അതാണ്. പിന്നെ നമ്മൾ ചിന്തിച്ചത് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും, ഇപ്പം അതിനകത്തുള്ള ഫർണിച്ചേഴ്സ്, പഴയ ടൈപ്പ് ഓഫ് സാധനങ്ങൾ. അതിനുശേഷമാണ് നിങ്ങളിപ്പോൾ ചോദിച്ച പോലെ ഈ അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അവരുടെ ഡപ്പകൾ, പൗഡർ ടിന്നുകൾ, കഷായ കുപ്പികൾ, അവർ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു ടിന്നിൻ്റെ പാത്രങ്ങൾ, അതിന് അടപ്പൊക്കെ ഉള്ള പാത്രങ്ങൾ, പിന്നെ അന്നത്തെ കൈലുകൾ, അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള എന്തൊക്കെയുണ്ടോ
അതിനെയെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കാലഘട്ടത്തിൻ്റെ ആ ഒരു സ്വഭാവം വരികയും അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഈ മലാത്തി ചേട്ടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലേഷ്യയിൽ നിന്ന് വരുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ വരുമ്പോൾ കുരിയച്ചനാണ് കെട്ടിയത്. ഓഫ് കോഴ്സ് ഒരു ക്രിസ്തീയ സെറ്റപ്പിലേക്ക് മാറുന്നറിയാം. ശരിക്കും ഒരു എന്താ പറയുക, ഇടുക്കിയിലൊക്കെ കാണുന്ന തരത്തിലൊരു വീടും അതിനകത്തുള്ള പുരകളും സ്റ്റോറേജ് സ്പേസുകളും അതിന്റെ ബാക്ക് വശത്താണേലും ആ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാ പുള്ളിക്കാരി മലേഷ്യയിൽ നിന്ന് വന്നാന്ന് കാണിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ കുക്കിങ്ങിന്റെ ഒക്കെ സ്ഥലത്ത് ഇരുന്നുള്ള കുക്കിംഗ് പരിപാടികളൊക്കെയാണ് അവിടെ കൂടുതൽ അവലംബിച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതായത് മലയാളത്തിച്ചേടത്തിന്റെ കൾച്ചറും നമ്മുടെ ഇവിടത്തോട്ട് വരുമ്പോൾ അത് കാരണം എന്താ വെച്ചാല് മലയാളത്തി ചേടത്തി ഒരു വലിയ കാലം മുമ്പെയാണ് അവിടെ വന്നിട്ടുള്ളത്. ശരിയാ. അതിനുശേഷം പുള്ളിക്കാരത്തിക്ക് കുട്ടികൾ വെളിയിലൊക്കെ പോയി പഠിക്കുന്നു, ഇവിടേക്ക് കയറി വന്നു. അപ്പോൾ കുറച്ചുകൂടി ആളുകളായിട്ടും ഈ നാടുമായിട്ടും പുള്ളിക്കാരത്തി മലയാളം തന്നെ അത്യാവശ്യം നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പം പിന്നെ അങ്ങനെ ഒരു സാധനം കൊണ്ടുവരണ്ടെന്ന് ചിന്തിച്ചു. നമ്മളെ ഇവിടെ ഉള്ള ഒരു സംഭവങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള പുള്ളിക്കാരത്തിയുടെ ജീവിതമാണല്ലോ കാണിച്ചേക്കുന്നത്. അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന രണ്ടാമതൊരു വള്ളി എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യ കാണിക്കുമ്പോൾ പ്രശ്നം. മലേഷ്യ രണ്ടായിട്ട് മനസ്സിലാവുമല്ലോ. ഓക്കെ, അടിപൊളി. ഈ മലേഷ്യയിലെ വീടും നമ്മുടെ വാത്തി ചേച്ചിയുടെ ഇവിടുത്തെ കേരളത്തിലെ വീടും ഇത് രണ്ടും രണ്ട് സ്ഥലത്തെ സെറ്റുകളാണോ അതോ ഒരേ സെറ്റുകളാണോ? അല്ല, രണ്ട് സ്ഥലത്താണ് സെറ്റുകൾ. ശരി, ഓക്കെ, രണ്ട് സെറ്റാണ്. അപ്പൊ ഈ ശരിക്കും മലേഷ്യ എത്രത്തോളം ഉണ്ട് അതിനകത്ത്? നമ്മൾ കാണുന്ന സിനിമയിൽ എക്കോയിൽ എത്ര ശതമാനം മലേഷ്യ ഉണ്ട്? അത് കുറച്ച് ഭാഗമുള്ളൂ. അതായത് ആദ്യത്തെ ഇവര് രണ്ടുമുള്ള മലേഷ്യയിലെ സീൻസ് മുഴുവനും അവിടെയാണ്. അപ്പം ഈ പരിസരം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആളുകൾക്കും ആ ഫീൽ കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇതിനകത്ത് തുടങ്ങുന്ന മുതൽ അവസാനം വരെ ഫുള്ള് പ്രകൃതിയാണ്. അപ്പം ഈ ആളുകൾ ഇതിനകത്ത് വന്ന് നിൽക്കുമ്പോൾ ആ ഫീൽ ഉണ്ടാക്കുന്നത് അതിൻ്റെ ചുറ്റുപാടുകൾ തരുന്നൊരു സംഭവമാണ്. ഈ പറഞ്ഞ ഇതിനകത്ത് ഇപ്പം അയാൾ കയറിയിരിക്കുന്ന മരമുണ്ട്. ആ മരം ആ വീട്ടിൻ്റെ കുറച്ച് അകലെയായിട്ട് കുറേ നാൾ നിന്ന് ഉണങ്ങിപ്പോയ ഫീലാണ്, കാറ്റടിച്ച് ഉണങ്ങിപ്പോയ ഫീൽ കിട്ടുന്നുണ്ട്. ആ മരം നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ അറിയണത്. ആ മരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേനെടുക്കുന്ന മരമല്ല, നമുക്ക് അങ്ങനെ ഒരു മരം കിട്ടണം ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ആ മരം കിട്ടേണ്ടത് കൊണ്ട് നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് മരമുള്ള സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടേക്ക് ജീപ്പ് കയറി വരണം നിർബന്ധമാണ്. അപ്പം ജീപ്പ് കയറി വരുന്ന സ്ഥലത്തായിരിക്കണം ഈ മരം ഉണ്ടാവേണ്ടത്. അങ്ങനെ നോക്കിയ സമയത്ത് നമുക്ക് ജീപ്പ് കയറി വരും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്ഥലവും കണ്ടു, പക്ഷെ അവിടെ മരമില്ല. അപ്പം മരം ഉണ്ടാവണമെങ്കിൽ അവിടെ മൊത്തം പാറയാണ്, അതുകൊണ്ടാണ് മരം ഇല്ലാത്തത്. അപ്പം നമ്മളങ്ങ് ചെയ്തേക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ പലതരം മരങ്ങൾ, അത് കുറച്ചൊരു ഭംഗിയും ഉണ്ടാവണമല്ലോ ആ മരത്തിന്. ഒരു വെറുതെ എന്തെങ്കിലും കമ്പ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചില മരങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് പിന്നെ വേറെ സുഖം ഉണ്ടാവില്ല, പക്ഷെ അതിൻ്റെ ചില പോർഷൻസ് നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഒരു കമ്പിൻ്റെ പല മരങ്ങളുടെ ചില്ലകളും പരിപാടികളൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ആ മരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പം ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആളുകൾ റിയൽ ആണോ അതോ ഉണ്ടാക്കിയതാണോ എന്നറിയാതെ കൃത്യമായിട്ട് കൃത്രിമമായി ഉണ്ടാക്കിയ സാധനം ഇത് റിയൽ ആയിരുന്നു എന്ന് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് കിട്ടിയ സാധനങ്ങളുണ്ടോ ആസ് ആൻ ആർട്ട് ഡയറക്ടർ? അതായത് അത് എനിക്ക് തോന്നിയിട്ടുള്ള മലാത്തിച്ചേടത്തിന്റെ വീടാണ് ഏറ്റവും കൂടുതൽ. അത് വീടാ. അത് സിനിമ അറിയാത്ത ആൾക്കാരെ ചോദിച്ചിട്ടുള്ള കാര്യം ഇതെവിടെയാണ് ഷൂട്ട് ചെയ്തത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഒന്നും ചോദിച്ചിട്ടില്ല അതിനെപ്പറ്റി. കാരണം വെച്ചാൽ പിന്നീട് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് അത് സെറ്റ് തന്നെ, അത് സെറ്റാ എന്ന്. പക്ഷെ സിനിമ അറിയുന്ന ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ എന്തായാലും സെറ്റായിരിക്കുന്ന ഒരു തോന്നൽ അവർക്കുണ്ടായി. കാരണം ഇങ്ങനത്തെ ഒരു ടെറൻ കിട്ടണമെങ്കിൽ, അങ്ങനത്തെ ടെറയിലൊരു വീടാണെങ്കിൽ നമ്മൾ ചിന്തിച്ചോളം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ അതിന് ഇന്റീരിയർ വേണേൽ ഷീറ്റ് ചെയ്യാൻ പറ്റും. ഒറിജിനൽ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, അറിയാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചു, അതിൻ്റെ ഇന്റീരിയർ നിങ്ങൾ വേറെ എവിടെയും ചെയ്തതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല, അവിടെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആ വീടിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ മച്ചും അതിൻ്റെ ചുറ്റുപാടും എല്ലാം ആ വീട് മൊത്തം അങ്ങോട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് സെറ്റ് ഇട്ടതാണ്. എങ്ങും ചീറ്റ് ചെയ്യാൻ എങ്ങും പോയിട്ടില്ല, എനിക്ക് അവിടെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അടിപൊളി. അതങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ കുറേ പോർഷൻസ് ഒക്കെ വേറെ എവിടെയെങ്കിലും ഒറിജിനൽ ഷൂട്ട് ചെയ്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓ നൈസ്. അപ്പം ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഫൈബർ വെച്ച് അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഈ ആർട്ട് ഡയറക്ടർ എന്താണ് ഇത് കൊണ്ട് ചെയ്യാൻ പോകുന്നത്? എന്താണ് അതിന്റെ ബാക്കി ഡിസ്പോസബിൾ മെറ്റീരിയൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പടത്തിന് ചെയ്തിട്ടുള്ള അതിന്റെ ഫൈബർ മെറ്റീരിയലൊക്കെ നമ്മൾ ഇളക്കിയെടുത്തു. ശരി.
അത് എൻ്റെ കൂടെ ഉള്ളുണ്ട്. ബാക്കി കമ്പനിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മൊത്തത്തിൽ ഒരു പാർട്ടിക്ക് കൊടുക്കുക, അങ്ങനെ എന്തൊക്കെയോ പരിപാടി കാണിച്ച് അത് പൊളിച്ച് കളയാണ് സാധാരണ ചെയ്യുന്നത്. പൊളിച്ച് കളയുക എന്നുള്ളതാണ്. പിന്നെ അതിനുകൊണ്ട് യൂസ് ഇല്ല. മനസ്സിലായി. അത് പിന്നെ അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വന്നിട്ട് അവിടെ എന്തെങ്കിലും സീൻ ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മളെ പടം ഇറങ്ങുന്നതിന് മുന്നേ അവരെ പരിപാടി ഇറങ്ങും. അപ്പോൾ സെറ്റ് നമ്മളിടും, അവരുണ്ട്. അതുകൊണ്ട് ഷൂട്ട് കഴിഞ്ഞാൽ അപ്പം തകർത്തളയും. ഓക്കെ. അപ്പം ഈ ഏതൊരു ഹില്ലി ഏരിയയിലാണ്, വെസ്റ്റേൺ ഘട്ടിലാണല്ലോ, അപ്പം നന്നായിട്ട് കാറ്റടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് കരിങ്കല്ലിൽ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. എന്നെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? കാറ്റിനെ പ്രതിരോധിക്കാൻ നമ്മൾ അതിന് മാത്രം വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് കാറ്റെന്ന് പറയുന്നത് അവിടെ വലിയ 40 കിലോമീറ്റർ കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന് മുമ്പേ ഏതോ ഒരു പടത്തിനാണ് സെറ്റ് ഇട്ടത് പൊളിയാനിടയാവുകയൊക്കെ ചെയ്തതിന് താഴെ, ഞങ്ങൾ സെറ്റ് ഇട്ട താഴെ റോഡ് സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മേളിലാവുന്ന സമയത്ത് എന്തെങ്കിലും വന്നാൽ ഇത്രയും ആളുകൾ ഇതിൻ്റെ അകത്തായിരിക്കും നമുക്കറിയാം. വേറെ ഒരു സ്ഥലമില്ലല്ലോ നിൽക്കാൻ. അപ്പം അതുകൊണ്ട് ഒരു തരത്തിലും ഒന്നും ബാധിക്കരുത് എന്നുള്ളൊരു നിർബന്ധം ആദ്യം മുതലേ നമ്മൾ ഉണ്ടായിരുന്നു. കാരണം ഈ ആളുകൾ മൊത്തം അതിനകത്തായിരിക്കും. ഈ ഒരു സെറ്റിന് എന്തെങ്കിലും പറ്റിയ ആ ഡയറക്ടറെ ലൈഫ് പോയി. മനസ്സിലായി. അവനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തലയിൽ വീഴുമെന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ തീർന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത്ത് വളരെ സ്ട്രോങ് ആയിരുന്നു. അതിൻ്റെ ശരിക്കും പറയേണ്ടത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കാർപ്പൻറ്റർ ചീഫ് അജേഷ് രാജൻ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അവനെ വിളിച്ച സമയത്ത് അവനോട് ഞാൻ പറഞ്ഞു, എടാ ഈ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മച്ചുണ്ട്, ആൾക്കാർ മുകളിൽ ഷൂട്ട് ചെയ്യണം, അതുകൊണ്ട് നമുക്ക് ഇരുമ്പിൽ അടിക്കാം. അപ്പോൾ അജേഷ് പറഞ്ഞാൽ അത് വേണ്ടെന്ന്. അപ്പോൾ എനിക്ക് താല്പര്യമില്ല ഇരുമ്പിൽ അടിക്കാൻ, കാരണം ചിലപ്പോൾ വർക്ക് ചെയ്യാനൊക്കെ വലിയ പാടാണ്. അപ്പം അജീഷ് പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് പൊളിഞ്ഞു പോയാൽ ഇത് മുകളിൽ ആൾക്കാർ കയറി ഷൂട്ട് ചെയ്യും, താഴേക്ക് വരും, ഒരു ടെൻഷനും വേണ്ട, ഞാൻ ചെയ്തോളാം തന്നു. പുള്ളിയാണ് അതിന് ധൈര്യം തന്നത്. പുള്ളി അത് കൃത്യമായി നിർവഹിച്ചിട്ടോ. ഏറ്റവും അവസാനം കയറിയ സമയത്ത് കുറേ ക്രോസുകൾ ഉണ്ടായിരുന്നു. ഈ വീടിനെ ഇങ്ങനെ മറിഞ്ഞു പോവാതിരിക്കാൻ നിർത്തിയേക്കുന്ന. കാരണം നമ്മൾ സാധാരണ കോൺക്രീറ്റും പില്ലറും വെച്ചിട്ട് ചെയ്യുന്ന വീടിന് പകരം നമ്മൾ സിക്സും പ്ലൈവുഡും പരിപാടിയും വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ ഇത് തള്ളിപ്പോവാതിരിക്കുക ഇങ്ങനെ ക്രോസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ക്രോസ് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പിന്നെ ഇവന് സന്ദീപിന് കയറിയിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ക്രോസ് കയറി ഇങ്ങനെ പോകണ്ടേ. അപ്പോൾ ഈ ക്രോസുകൾ എടുത്തു കളയണം. അതൊരു സുപ്രഭാതത്തിൽ എടുത്തു കഴിഞ്ഞാൽ കാറ്റത്ത് പോകും, ഉറപ്പാണ്. അപ്പോൾ അത് എടുക്കാൻ ഞങ്ങൾ എത്രയോ ചാക്ക് കണക്കിന് വലിയ നട്ട് ബോൾട്ടുകൾ വെച്ചിട്ട് ഇതിനെ സ്ട്രെങ്ത് ആക്കി. അത് ഒരുപാട് ഗുണം ചെയ്തു. ഒരുപാട് ഗുണം, ചെറിയ ഗുണമൊന്നുമല്ല. കാരണം ഈ മച്ച് തന്നെ ഈ സെറ്റിനെ ഭയങ്കര സ്ട്രോങ് ആക്കി. കാരണം ഇതെല്ലാം കൂടി ഒരു പെട്ടി പോലെയായി മാറുമല്ലോ. മേളിൽ ഒരു ബോക്സ് പോലത്തെ സിസ്റ്റം. അടിയിൽ എന്തായാലും ഇരുമ്പിന്റെ ഫ്രെയിമും പരിപാടിയുണ്ട്. പിന്നെ മേളിൽ ഇതും കൂടി വന്നപ്പോൾ ഇതൊരു ബോക്സ് കണക്കെ ആയി. അപ്പോൾ സ്ട്രോങ് ആണല്ലോ ഭിത്തി. അപ്പം ഈ നട്ട് ബോൾട്ട് പരിപാടിയൊക്കെ ഇട്ട് സ്ട്രോങ് ആക്കി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കുറെ ഓടുകളൊക്കെ പറന്നുപോയി. അത് ആ ഐഡിയ കിട്ടിയില്ല നമുക്ക്. ആ ഓടിന്റെ ഏരിയ ഒക്കെ പൊങ്ങി വീഴുകയൊക്കെ ചെയ്തിരുന്നു. ആ ജാതി കാറ്റ്. അതായത് ഒരു കോട്ട് ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങി നിന്ന് പറന്നു പോകും. അതാണ് അവസ്ഥ. എന്നിട്ട് കോട്ട് അഴിച്ചിട്ട് മഴയത്ത് നിന്നിട്ടാണ് ഇതൊക്കെ ക്ലിയർ ചെയ്യുന്ന പയ്യന്മാര്. കോട്ടിട്ട് നിന്നാ അങ്ങ് പോവും, ഇങ്ങനെ ബാക്കോട്ട് പോകും. അപ്പൊ ആലോചിക്കുക എന്തായിരിക്കും സ്ഥിതി. എന്നിട്ട് അതിന്റെ ഈ എന്തോ ഒരു പടുതയെങ്ങാണ്ട് ഒരു ആരോ വന്നിട്ട് കെട്ടിയതാ. കാരണം എല്ലാവർക്കും വീടിനകത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ വെളിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടാൻ കെട്ടി. ഈ കാറ്റ് പ്ലാസ്റ്റിക് ഷീറ്റിന് അടിച്ചിട്ട് ഈ നമ്മളെ ഓട് വെക്കുന്ന കഴുക്കോല് ഇത്തരം ആ ഏരിയ മൊത്തം പൊങ്ങി താഴെ വീണ്. അപ്പം തന്നെ അത് അറ്റിച്ച് അതിനെ വേറെ പരിപാടി ഒപ്പിച്ച് അതിനെ സ്ട്രെങ്ത് ആക്കി. പിന്നെ ആ ഏരിയയിലുള്ള ഓടുകളെല്ലാം സ്ക്രൂ ചെയ്ത് നിർത്തി. അല്ലെങ്കിൽ ഇത് പറന്നിട്ട് അപ്പുറത്ത് പോയി വീഴും. അപ്പം അവിടെയും പൊട്ടും, ഇവിടെയും പോയി. അപ്പം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ഓടിൻ്റെ മേളിലെല്ലാം നമ്മളെ വർക്കുകളുണ്ട്, ചെറിയ ഫംഗസ് പരിപാടികളൊക്കെ. അപ്പോൾ പുതിയത് ഇടുന്ന സമയത്ത് പിന്നീട് ഇത് ചെയ്യാൻ പറ്റില്ല. നിൽക്കാതെ മഴ പെയ്യുന്നു, നിൽക്കാതെ കാറ്റടിക്കുന്നു. അപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഓട് വേറെ നിൽക്കും, നമ്മളെ വർക്കിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറേ പരിപാടികൾ ചെയ്തു.
അടിപൊളി. ഇതിന്റെ ബഡ്ജറ്റ് ഇടുന്ന ആരാണ് ശരിക്കും? ഡയറക്ടറാണോ ആർട്ട് ഡയറക്ടറാണോ തീരുമാനിക്കുന്നത് എത്ര രൂപയാവണം ഈ കാരണം ഈ പറഞ്ഞു സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ പൈസ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് വേറൊരു സാധനം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പൊ അതാരാണ് തീരുമാനിക്കുന്നത്? ആർട്ട് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്. ഓക്കെ. അത് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ സ്റ്റൈൽ അനുസരിച്ച് നമ്മളതായ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ആദ്യമേ പറയും ഇത്രയാവും ബഡ്ജറ്റ്. അപ്പൊ അത് നമ്മൾ ഈ പടത്തിനൊന്നും ആ ബഡ്ജറ്റ് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഞാനും ഷാഫിക്കായി ഇട്ട ബഡ്ജറ്റ് ഏതാണ്ട് 5 ലക്ഷം രൂപേന്റെ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, 5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞു ഇത്ര, ഷാഫിക്ക് പറഞ്ഞു ഇത്ര. അപ്പൊ ഷാഫിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞേക്കാണ് 5 ലക്ഷം രൂപ താഴെ. അപ്പം പുള്ളി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ബഡ്ജറ്റിൽ വണ്ടി ഉരുണ്ടു. ചെറിയൊരു വേരിയേഷനും കൂടി സംഭവിച്ചു. കാരണം ഈ മഴയും ഇതെല്ലാം നമുക്കെല്ലാം താങ്ങാനാവില്ല എന്ന്. മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റെട്രോ സിനിമകൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ആർട്ടിനെ ഭയങ്കരമായിട്ടും ആൾക്കാർ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കും. എന്തെങ്കിലും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയാൽ പോലും കണ്ടു ഇതുള്ളൊരു സമയമാണ്. എത്രമാത്രം പ്രഷറിലാണ് ശരിക്കും ഒരു ആർട്ട് ഡയറക്ടർ ഇതെല്ലാം ചെയ്യുന്നത്? നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഒരു ആർട്ട് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ഇത് മിസ്റ്റേക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഒരു എന്തൊരു ആർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ ചെയ്യുന്നതാണ്, വേണ്ടാത്തൊരു സാധനത്തിനെ എടുത്തു കളയുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. നല്ലത് ഉണ്ടാക്കുന്നതിനേക്കാൾ നമ്മൾ വേണ്ടാത്തൊരു സാധനത്തിനെ വെക്കാതിരിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുവരാതിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഉള്ള സാധനമാണ് എടുത്തു കളയുക. അവിടെ തന്നെ ഒരു വിധം നമ്മൾ സേഫ് ആവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ബിൽഡ് ചെയ്യുന്ന. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പടത്തിൻ്റെ ഒരു ആർട്ട് ഡയറക്ഷൻ തുടങ്ങുമ്പോൾ എല്ലാ ആളുകളുടെയും മനസ്സിലുള്ള വിചാരം എന്ന് പറയുന്നത് ഒരു ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം മേക്ക് ചെയ്ത് മാറി നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുത്ത് നിങ്ങൾ വീട്ടിൽ പോരുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ സ്ഥിതി അതല്ല. നമ്മൾ ഈ സിനിമയിലെ എ ടു സെഡ് ഫ്രെയിമിലും ഫ്രെയിം ടു ഫ്രെയിം വർക്ക് ചെയ്യാൻ വേണ്ടി സജ്ജമായിരിക്കുന്ന ഒരാളാണ്. മനസ്സിലായി. ആ സിനിമയിലുള്ള കഥാപാത്രം സഞ്ചരിക്കുന്നതും അയാൾ യൂസ് ചെയ്യുന്നതും അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മളെ ശ്രദ്ധ ചിലപ്പം ചില കാര്യങ്ങളിലൊക്കെ വിട്ടുപോകും. ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാനും സമയമില്ലാത്ത സമയം വരും. ഈ സമയങ്ങളിലാണ് നമ്മളുടെ ഏരിയയിലേക്ക് വിട്ടേക്കുന്ന ഡയറക്ടറുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ആ AD ഉണ്ടാവും. ആ ADനെ ഈ അത്യാവശ്യ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ADന്റെ പരിപാടി. അപ്പം അവൻ എന്ത് ചെയ്യണ്ട, അവൻ ഈ മെറ്റീരിയൽ കൊണ്ടുവരുന്നതും വർക്കേഴ്സിനെ വെച്ചത് എങ്ങനെ ചെയ്യണമെന്നും ഇതിനെക്കുറിച്ചൊന്നും വല്ലാതെ തല വഹിക്കേണ്ട ആളല്ല. പക്ഷെ ഇത്തരം മിസ്റ്റേക്കുകൾ തപ്പി പിടിക്കാൻ പറ്റും. ചേട്ടാ അത് മിസ്റ്റേക്കാണ്, അതിങ്ങനെ ഇത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും പറയാം. അതിന് എനിക്ക് ഈ പടത്തിൽ നല്ലൊരാളുണ്ടായിരുന്നു, അഫ്നാസ് എന്ന് പറഞ്ഞിട്ട് AD. കിടിലായിരുന്നു പുള്ളിയുടെ സപ്പോർട്ട് നമുക്ക് എവിടെയും പറയാതിരിക്കാൻ പറ്റില്ല. അന്യായമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ആ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ആർട്ടിസ്റ്റ് കൊണ്ടുനടക്കുന്ന പ്രോപ്പർട്ടികൾ, ചില സാധനങ്ങൾ, ഇതൊക്കെയാണ് പുള്ളി കൂടുതൽ ആ വീടിന്റെ അകത്തുള്ള ഫോട്ടോസൊക്കെ കാണാം. അച്ഛൻ മുമ്പ് ഇങ്ങനെ വെടിവെച്ചിരുന്നു, അങ്ങനെ ആക്കിയിരുന്നു. അതൊക്കെ ശരിക്കും സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡയറക്ഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. അത് അവര് ഓക്കെ ആക്കിയതിന് ശേഷം നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ആ ഡയറക്ഷന്റെ പണിയുള്ളൂ. അത് എങ്ങനെ വേണം എന്നുള്ളത് ഡയറക്ഷന്റെ ഭാഗമാണ്, സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ്. ഇപ്പം കുര്യച്ചന് ഈ ആനപ്പുറത്തൊക്കെ ഇരിക്കുന്ന സാധനം ഉണ്ട്, പക്ഷെ അത് ഫോട്ടോയിലുണ്ട്. പക്ഷെ ആനപ്പുറത്ത് വെച്ചാൽ ആന വീണിട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്ന ആ കൊടുത്ത് കുര്യച്ചനുണ്ട്. പക്ഷെ അത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, മൃഗങ്ങളൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഒരു ആർട്ടർക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ഒട്ടകത്തിന് വെടിവെക്കുന്ന ഞാൻ വെച്ച് കഴിഞ്ഞാൽ കഥ അറിയില്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഡയറക്ടറെയും സ്ക്രിപ്റ്റിന്റെയും ഭാഗത്തുനിന്ന് ഞങ്ങളിലേക്ക് വരേണ്ട സാധനം. അതിന്റെ ഇടയിലുള്ള ഒരു പാലമാണ് ഈ AD എന്ന് പറയുന്നത്. അയാൾ ഗംഭീരമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം മിസ്റ്റേക്കുകൾ ഇല്ലാതിരിക്കാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞാല് ഈ പറഞ്ഞ കുറച്ചും കൂടെ നാച്ചുറൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങളും കുറച്ചും കൂടെ ഈ എന്താ പറയുക ഇച്ചിരി കൂടെ റെട്രോ ആയിട്ടുള്ള പടങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ആർട്ടിൽ എനിക്ക് തോന്നുന്ന 2 രീതിയിലുള്ള പടങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പം വെടിക്കെട്ട് പോലെ പടങ്ങളും ഉണ്ട്. അപ്പം ഇതിൽ ആർട്ടിൽ എത്രത്തോളം ഏറ്റവും രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്, അല്ലെങ്കിൽ രസമായിട്ട് ചെയ്യുന്ന പരിപാടി ഏതാണ്? രണ്ടും രസമാണ്. പക്ഷെ നമുക്ക് പ്രേക്ഷകന് കുറച്ചുകൂടെ കണക്റ്റ് ആവുന്ന എനിക്ക് തോന്നുന്നു ഒരു പീരിയോഡിക്കൽ പരിപാടി ചെയ്യുന്ന ഒരു സമയത്ത്, അതുപോലെ മുമ്പ് കാലത്ത് അനുഭവിച്ചൊരു കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആവും. മറ്റേത് ഒരു പക്ഷേ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം കിഷ്കിന്താണ്ടം പടത്തിൽ
ഞങ്ങൾ എത്രയോ ദിവസം സെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടാവും വീട്ടിൽ. ആർക്കെങ്കിലും അറിയോ എന്താ ചെയ്ത് മനസ്സിലാവില്ല. ശരിയാ, അതൊരു കർണാടകത്തിൽ ഒരു 20-25 വർക്കേഴ്സ് ഒരു 10-20 ദിവസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ വീട്ടില്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പടത്തിൽ വേണ്ട ഒരു നായർ തറവാടാണ്, ശരി, നായർ വീട്, അല്ലെ ഒരു പിള്ളയുടെ വീടാണ്, പിള്ളയുടെ വീടാണ്. അതെ, നമ്മൾ ചെയ്തേക്കുന്ന ഒരു ബ്രാഹ്മൺസിന്റെ ഒരു മനയാണ്. ഒരു രണ്ടും വ്യത്യാസം. കാരണം ബ്രാഹ്മൺസിന്റെ മനയിൽ ഭിത്തികളൊക്കെ മരമൊക്കെ ആയിരിക്കും, അതെ, നായർ തറവാട്ടിൽ ഉണ്ടാവില്ല. അതേമാതിരി നടുമുറ്റുണ്ടാവും, അതുണ്ടാവില്ല തറവാട്ടിന്. അപ്പം ഈ പടത്തിന് പ്രശ്നം എന്താ വെച്ചാൽ, കിഷ്കിന്ധാടത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ കണ്ടേക്കുന്ന ആ നടുമുറ്റത്ത് ആ ഡൈനിങ് ഏരിയ അല്ലേ, ഡൈനിങ് ഏരിയ, ആ ഏരിയ ഇല്ല അവിടെ. അത് അവിടുത്തെ ഒരു നടുമുറ്റത്തിന് മാസ്ക് ചെയ്ത് അതിന്റെ അവര് എന്തൊക്കെയോ വിറകൊക്കെ ഇട്ടേക്കുന്ന ഒരു സ്ഥലം നമ്മളങ്ങനെ ആക്കിയെടുത്ത. അടുക്കള ഇല്ല, അടുക്കള സെറ്റ് ഇട്ടേക്കുന്ന അതിൻ്റെ ഉള്ളില്. കാരണം ഇത്തരം സാധനങ്ങൾ ഒരു വീടിന്റെ അകത്ത് ഷൂട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അടുക്കള അവിടെ ഉള്ളതായിരിക്കും എന്ന് വിചാരിക്കും, ഡൈനിങ് ഹാൾ അവിടെ ഉള്ളതായിരിക്കും എന്ന് വിചാരിക്കും. ലിവിങ് റൂം മൊത്തം പലക പരിപാടിയാണ്. അതെല്ലാം നമ്മൾ മാറ്റി അഡീഷണൽ ജനൽ വെച്ച് അങ്ങനെയൊക്കെ മാറ്റിയെടുത്തിട്ടാണ് ചെയ്തത്. അപ്പൂപ്പിള്ള ഇരുന്നിട്ട് മറ്റേ ആളെ സാറിനെ തള്ളി വിടുന്ന സ്ഥലമൊക്കെ അല്ലേ, തള്ളിടുന്ന കളി, ആ കുട്ടി ഗെയിം കളിക്കുന്നൊക്കെ സ്ഥലം, അതൊക്കെ അങ്ങനെ ആക്കി എത്താം. അപ്പൂപ്പിള്ളേൻ്റെ വീട് അങ്ങനെ റൂമേ അവിടെ ഇല്ല. ആ റൂം എന്ന് പറഞ്ഞ പരിപാടിയല്ല, അതൊരു ഹാൾ സെറ്റപ്പാണ് പരിപാടി. ആളിന്ന് ഒരു നടുത്തളം പോലത്തെ ഒരു സാധനത്തിലേക്ക് കയറുന്നു, അവിടെ നിന്ന് ആ ബാൽക്കണി, മേളിലെ ബാൽക്കണിയിലേക്ക് കയറുന്നു, ആ സ്ഥലമാണ്. അതിനെ നമ്മളെ അപ്പുപിള്ളയുടെ റൂമാകുന്ന സമയത്ത് ആ നടുത്തളത്തിന് നമ്മൾ മാസ്ക് ചെയ്യും, നടത്തലല്ല മറ്റേ ബാൽക്കണിയെ മാസ്ക് ചെയ്യും. വെളിയിൽ നിന്ന് ബാൽക്കണി ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ റൂമിനെ മാറ്റും. അതായത് അപ്പുറം വെക്കുമ്പോൾ ഇത് വേറെ സ്ഥലം, ഇവിടെ വെക്കുമ്പോൾ വേറെ സ്ഥലം. അത് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് വെക്കുമ്പോൾ അവിടെ ബാൽക്കണി ഇല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇവിടെ അപ്പുപിള്ളേന്റെ റൂമും ഇല്ല. ഇതായിരുന്നു പരിപാടി. അപ്പൊ ആ സമയം കൊണ്ട് നമ്മളിത് പണിയണം, മീൻസ് മാറ്റിയെടുക്കണം. സമയം കിട്ടും, പക്ഷെ ആ ഒരു ടെക്നിക്ക് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ആദ്യമേ ഈ പരിപാടി ഒപ്പിക്കാൻ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിനൊക്കെ രസമുള്ളത്, എൻ്റെ അടുത്ത് ഇപ്പോഴും ഫോട്ടോസ് ഉണ്ട്. ആ വീടിന്റെ മേളിലേക്ക് കയറണമെങ്കിൽ ഒരു വീതി കുറഞ്ഞ വഴിയാണ്, ആ വഴിയിലൂടെ ഒരാൾക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ഈ ഫർണിച്ചറെല്ലാം നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പുപിള്ളേൻ്റെ റൂം എന്ന് പറയുമ്പോൾ അത് ഡിസൈൻ ചെയ്തേക്കുന്ന ഫർണിച്ചേഴ്സ് ഇതൊക്കെ വേറെ ടൈപ്പ് ഓഫ് സാധനങ്ങളാക്കി ആ വീട്ടിലുള്ള ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം മേളിൽ കയറ്റി കൊണ്ടുപോകണമെങ്കിൽ ഈ ബാൽക്കണിയിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഈ ഗോവണി വഴി പറ്റില്ല. ബാൽക്കണിയിലേക്ക് നമ്മൾ എന്ത് വെച്ചു, ഇരുമ്പിന്റെ സ്റ്റെപ്പ് വെച്ചു അതിലെങ്ങനെ കയറ്റി ബാൽക്കണിയിലെത്തി. ഈ ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് കയറുന്നില്ല. ശരിയാ, എന്താ കാര്യം അറിയോ, ഇതിന്റെ കട്ടിലാന്ന് പറഞ്ഞാൽ വണ്ണുള്ളതാണല്ലോ, പക്ഷെ അതിന്റെ അകം എന്ന് പറയുന്നത് ചെറുതാണ്, ഉള്ളിൽ ചെറുതാണ്. അപ്പൊ ടേബിളൊന്നും അകത്തേക്ക് കയറ്റാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും, ലാസ്റ്റ് ടേബിളും കട്ടിലും ഒക്കെ അഴിച്ച് അതിന്റെ ഇതൊക്കെ അഴിച്ച് അകത്ത് കയറ്റി അസംബിൾ ചെയ്തു. പിന്നെ എല്ലാ ഷൂട്ടിങ് കഴിഞ്ഞാൽ വീണ്ടും അഴിച്ചിട്ട് പുറത്തിറക്കിയതിനു ശേഷം പിന്നെ ചെയ്തു. ഈ സാധനം നമുക്ക് വേണം, അതിന്റെ ഉള്ളിൽ അത് കയറിയാലേ നമുക്ക് പറ്റുള്ളൂ. അത് വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടക്കില്ല, വേറെ അതിന്റെ അകത്തുള്ള എടുത്തിടാനോ ഒന്നും പറ്റില്ല. ഇതാണ് വേണ്ടത്. ഇതെങ്ങനെ അകത്ത് കയറ്റാന്നുള്ള മാത്രമേ ടാസ്ക് ഉള്ളൂ. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അത് അവിടെ ഉള്ളതായിരിക്കും എന്നുള്ള ചിന്ത വരും. അതേ സ്ഥാനത്ത് ഇപ്പം ഈ എക്കോയിൽ ചെയ്തേക്കുന്ന ഇപ്പം മലേഷ്യ സെറ്റായിരിക്കും എല്ലാവർക്കും അറിയാം. ആ കവല പോസ്റ്റ് ഓഫീസ്, ഈ വീട് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റാവും എന്നെല്ലാവർക്കും അറിയാം. പിന്നെ അതല്ലാത്ത ഈ കാലഘട്ടമായിട്ട് പൊരുത്തപ്പെടുന്ന പടങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ആർട്ട് വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ, ആ സോങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കളർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. രണ്ട് ടൈപ്പ് ഓഫ് പരിപാടികളാണ് എനിക്ക്. പക്ഷേ ഇഷ്ടം എന്ന് പറയുന്ന ഈ ഒരു പീരിയോഡിക്കൽ പരിപാടിയൊക്കെ പിടിക്കുന്നതിനോടൊരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ട്. 2 സിനിമകളാണ് കിഷ്കിന്ധാണ്ടും എക്കോയും. ഇതിൽ രണ്ടിലും ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പാടുപെട്ട ഒരു ഇതുണ്ടെങ്കിൽ അതായിരിക്കും? ഉറപ്പായിട്ടും എക്കോ ആയിരിക്കും. എന്താണ് അത്? കിഷ്കിന്ധാണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏതാണ്ട് ഈ നമ്മൾ എക്കോയുടെ സ്റ്റാർട്ടിങ്, അതായത് ഷൂട്ടിന്റെ ഒരു 10-20 ദിവസം മുന്നേ തന്നെ കിഷ്കിന്ധാണ്ടും വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എക്കോ അങ്ങനെയല്ല. എക്കോ 10-20 ദിവസം മുന്നേ വർക്ക് തുടങ്ങിയെങ്കിലും അതിനൊരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടെത്തിയേക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒരു പ്രതലം മാത്രം, ഇത് അതിൻ്റെ അകത്തേക്ക് ഓരോന്ന് ആഡ് ചെയ്യണം. അതായത് വീട് കൊണ്ടുവന്ന് വെക്കണം, കവല, ആ ഒരു സ്ഥലം, കവല നിൽക്കേണ്ട സ്ഥലം, കവല ഇവിടെയാണെങ്കിൽ കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ. കവല അവിടെ ഇല്ല. വീട് ഇവിടെയാണെങ്കിൽ കൊള്ളാം, വീട് ഇല്ല. മലേഷ്യ ഇവിടെയാണെങ്കിൽ കൊള്ളാം, മലേഷ്യ. മറ്റേ തിയേറ്റർ, പഴയ കാലത്ത് തിയേറ്റർ ഇവിടെയാണെങ്കിൽ കൊള്ളാം. ആ ഒരു കൊള്ളാം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ്. മനസ്സിലായി.
അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു പരിപാടി ഞാൻ ചെയ്തതിൽ ആഹാ എക്കോ ആണ്. ഒക്കെയാണ്. അപ്പം ഈ സാധനങ്ങൾ പറഞ്ഞ പോലെ പഴയ സാധനങ്ങളുണ്ട്, പിന്നീടും നമുക്ക് റീയൂസ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. ഇത് നമ്മൾ പിന്നീട് എടുത്ത് മാറ്റി വെക്കാറുണ്ടോ? അടുത്ത് മാറ്റി വെക്കും. അടുത്ത പടത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഏത് സാധനമാണോ മാറ്റി വെക്കാത്തത് ആ സാധനം തന്നെ അടുത്ത പടത്തിൽ വരും. ഓക്കെ, അങ്ങനെ കിഷ്കിണ്ടാരത്തിൽ മാറ്റി വെച്ചിട്ട് സാരി ഇതിനകത്തുണ്ടോ? ഉണ്ടാവാം. ഗോഡൗണിലൊക്കെ കുറെ സാധനങ്ങൾ വരുന്നുണ്ടല്ലോ. ഓ ശരി ശരി. കുറെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറും. ഞാൻ കുഞ്ഞു ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം, പണ്ടൊക്കെ ഇങ്ങനെ സ്ഥലത്താണ്, പണ്ടൊക്കെ ടൈഗർ ബാമിന്റെ മുകളൊക്കെ കണ്ടില്ലേ, മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ഉരുകി കിടക്കുന്ന, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനമായിരിക്കും. മനസ്സിലായി. അതൊക്കെ ഭയങ്കര രസമായി. ഇപ്പോൾ ഒരു റൂം നോർമൽ കാലഘട്ടം റൂം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഈ ക്യൂടെക്സ്, മറ്റേത് മറിച്ചത്, കുറേ ക്രീമിൻ്റെ ഒക്കെ പാത്രങ്ങൾ, ടിന്നുകളൊക്കെ, അതൊക്കെ ഈ സിറ്റുവേഷനെ ലൈവ് ആക്കാൻ ഇതിനോളം വലിയ സാധനങ്ങളില്ല. കാരണം കുഞ്ഞു നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തെങ്കിലും വലിയ ആൻറ്റിക് പരിപാടി മാത്രമല്ല. ഞാൻ ഈ പറഞ്ഞോണം മെഴുകുതിരിയും ഇതൊക്കെയാണ് നമ്മൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇതെല്ലാം വലിയ വെട്ടിയിൽ വെച്ചിട്ട് അതൊക്കെ കൊണ്ടുപോയിട്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് പോകുമ്പോൾ അതിങ്ങനെ കയറി ഇങ്ങനെ വരും. അപ്പോൾ അതിനു വേണ്ടി ഈ പ്രോപ്പർട്ടി മസ്റ്റായിട്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പേ ഇതേ ക്ലബ് FM സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സ്വന്തം സിനിമയുടെ ആർട്ട് ഡയറക്ടറായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടെന്ന് അറിയാം. എത്രത്തോളം ഹാപ്പിയാണ്? 100% ഹാപ്പിയാണ്. കാരണം ഞാൻ ഒരിക്കലും ഈ പറയുന്ന ഒരു എക്കോ പോലെയോ കിഷ്കിന്ധകാണിലോ അത്ര ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുടെ ഡയറക്ടർ ആവും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ പരിപാടികളൊക്കെ ചെയ്തങ്ങ് പോവാം എന്നുള്ളതേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷേ എക്കോയിലേക്ക് വരുന്നത് ഇതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കാണുകയും ഇവരെ പോലത്തെ ഒരു ടീമിൻ്റെ കൂടെ, അതാണ് നല്ല സിനിമ ചെയ്യുന്ന ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത്. നല്ല സിനിമകൾ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഞാനിപ്പം ഇതിൻ്റെ മുമ്പ് ഏതെങ്കിലും പടത്തിൽ ഗംഭീര പരിപാടി ചെയ്തു, ആ പടം അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ആ വഴിക്കാൻ പോവുള്ളൂ. അപ്പം ഇവരുടെ ടീം ആണ് നമ്മളെ ഇപ്പം ഇവിടെ ഇരുത്തുന്നത്. ഉറപ്പായിട്ടും അങ്ങനെയാണ്, അല്ലെങ്കിൽ അതങ്ങനെ പോവും. അപ്പം എനിക്ക് തോന്നുന്നു ഇതുപോലെ പല ടീമുകളുടെ കൂട്ടത്തിലും കാണാൻ പറ്റട്ടെ. അതും വലിയ ഈ പീരിയോഡിക്കൊക്കെ പറഞ്ഞ പോലെ വലിയ പടങ്ങളുടെ ഭാഗമായിട്ട് ഇനിയും സജീഷ് ചേട്ടൻ ഇവിടെ വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇത്ര നേരം ക്ലബ് FM ഉണ്ടായിരുന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലല്ലായിരുന്നല്ലോ, ഇവിടുന്ന് ഒരു 10 വർഷങ്ങൾക്കപ്പുറം എനിക്ക് ബ്രോ എവിടെ കാണാൻ പറ്റും ഈ ആർട്ട് ഡയറക്ടറിനെ? ഒരു പടമൊക്കെ ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. അങ്ങനെ കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തിക്കോട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.